പ്രിയമുള്ളവരെ, ആസ്തപ്പാട് പട്ടം സ്വീകരിച്ച് തൻ്റെ ഇടവക ദേവാലയത്തിലേക്ക് ഒത്തിരി സന്തോഷത്തോടെ വന്ന ചാവറപ്പിതാവിന് പ്രതീക്ഷിച്ചതല്ല അവിടെ സംഭവിച്ചത്. വികാരിച്ചനോടൊപ്പം ചേർന്ന് തന്നെ ഇടവകക്കാരും അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഒരു അനുഭവം ചാവറപ്പിതാവിൻ്റെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഒത്തിരിയേറെ അസ്വസ്ഥത ഉണ്ടാക്കിയ ആ ദുരനുഭവം. അപ്പോഴൊക്കെ ചാവറപ്പിതാവ് അവരെ ആശ്വസിപ്പിച്ച് പറയുകയാണ്, മക്കൾ നിങ്ങൾ ശാന്തരാകും, ദൈവം ഒരു വഴി ഒരുക്കും. എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവക്കാരോടോ നാട്ടുകാരോടോ ഒന്നും അനുവാദം ചോദിക്കാതെയാണ് ചാവറപ്പിതാവ് വൈദിക പട്ടം സ്വീകരിക്കാനായിട്ട് സെമിനാരിൽ ചേർന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പതിവുണ്ടായിരുന്നു, ഇടവക്കാരോട് അനുവാദം ചോദിക്കണം. അന്ന് അദ്ദേഹം ആസ്തപ്പാട് പട്ടം സ്വീകരിച്ച് കടന്നു വന്നപ്പോൾ ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായെങ്കിൽ കാലത്തിനു ശേഷം ചാവറപ്പിതാവ് ആ വികാരിയച്ഛനെ കാണാൻ വരുന്നത് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഒരു രൂപവുമായിട്ടാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തും. അന്നേ ദിവസം അവിടെ സംഭാഷണങ്ങളെല്ലാം വിശുദ്ധ ഔസേപ്പിതാവിനോട് ബന്ധപ്പെട്ടായിരുന്നു. ആ ഒരു സംഭാഷണത്തിലൂടെ അനേകം നാളുകൾ ആ മനസ്സിലുണ്ടായിരുന്ന ഒരു മുറിവ് മാറ്റപ്പെടുകയാണ്. അതായത് വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് വിശുദ്ധ ഔസേപ്പിതാവിനോട് അനേകം നാളുകൾ പ്രാർത്ഥിച്ചിരുന്ന ചാവറപ്പിതാവിന് അന്നത്തെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ സാധിച്ചെന്നുള്ളതാണ്. ചാവറപ്പിതാവിന് വിശുദ്ധ ഔസേപ്പിനുള്ള ഭക്തി അത് ഔന്നനീയമാണ്. എപ്പോഴും തൻ്റെ കൂടെ ചലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ഔസേപ്പിതാവും ചാവറപ്പിതാവുമുള്ള അനുഭവമെന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാന്നാനം കൊവേന്ത സ്ഥാപിക്കുമ്പോൾ ചാവറപ്പിതാവ് ആശ്രമത്തിൻ്റെ പേര് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലാണ്. അതുപോലെ തന്നെ കൂനമ്മാവിലായിക്കോട്ടെ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലാണ് ആ ആശ്രമവും സ്ഥാപിച്ചത്. ഇവിടെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ സഹായിക്കാൻ വിശുദ്ധ ഔസേപ്പിതാവ് ഉണ്ടെന്നുള്ളതാണ്. എപ്പോഴും തൻ്റെ ഉറക്കത്തിനിടയിൽ പോലും ദൈവമായിട്ട് ആലോചന നടത്തിയവനാണ് വിശുദ്ധ ഔസേപ്പിതാവെങ്കിൽ ചാവറപ്പിതാവിൻ്റെയും അനുദിന ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ചവനാണ്. ഇന്ന് ദിവസം വിശുദ്ധ ഔസേപ്പിതാവും ചാവറപ്പിതാവും നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ച് ഓരോ കാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. അവിടെ സ്വർഗത്തിൻ്റെ അഭിഷേകം നിനക്ക് കൂട്ടിനുണ്ടാവും. ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം നിന്നെ സഹായിക്കും. ഇവിടെ ചാവറപ്പിതാവ് നമ്മളെ ക്ഷണിക്കുകയാണ്, വരൂ മകനെ മകളെ, ദൈവത്തോടൊന്ന് ചേർന്ന് നമുക്ക് ആലോചന ചോദിക്കാം, നടക്കാം, നമ്മുടെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാം. അതുകൊണ്ടല്ലേ ചാവറപ്പിതാവ് പറയുന്നത് ദൈവഹിതം നടക്കും നടത്തും.